ദേശീയപാത വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. സ്ഥലം നഷ്ടപ്പെടുന്നവർ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പലയിടത്തും തടഞ്ഞിരുന്നു. ഇരകൾ ലീഗ് ഹൗസിലേക്ക് മാർച്ച് ചെയ്ത സാഹചര്യവുമുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം മന്ത്രിസഭയുടെ പരിഗണനയിൽ വീണ്ടും വന്നത്. ദേശീയപാത വികസനത്തിന് 45 മീറ്റർ എന്ന നിലയിൽ സ്ഥലം ഏറ്റെടുക്കൽ തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 45 മീറ്ററാണ് നാഷണൽ ഹൈവേ അംഗീകരിച്ചിട്ടുള്ള വീതി. അത് തന്നെ വേണം എന്നുള്ളതാണ് നാഷണൽ ഹൈവേ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്ന് നമ്മൾ പരിശോധിച്ചു. പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ്. നഷ്ടപരിഹാരം നൽകുന്നതുവരെ സ്ഥലം ഏറ്റെടുക്കൽ നിർത്തിവെക്കുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇങ്ങനെ മറുപടി നൽകി. അതെ, അപ്പം അതില്ല. അപ്പോൾ അതിൽ എനിക്ക് ഒരു കാര്യം അഭ്യർത്ഥിക്കാൻ കൂടിയുണ്ട്. നിശ്ചയമായും എല്ലാവരും ഇതിനോട് സഹകരിക്കണം. 2 കാര്യങ്ങളുണ്ട് തീരുമാനം. മാർക്കറ്റ് പ്രൈസ് അവർക്ക് ലഭ്യമാകണം, അത് സമയത്ത് ലഭ്യമാകണം. ദേശീയപാത സ്ഥലമെടുപ്പുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ പ്രതിഷേധം വർദ്ധിക്കാനാണ് സാധ്യത. NH-17 45 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇടപ്പള്ളി മൂത്തകുന്നം പാതയിൽ ഹർത്താൽ ആചരിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. 15 മീറ്റർ കൂടി ഏറ്റെടുത്താലേ റോഡ് നിർമ്മിക്കൂ എന്ന ഹൈവേ അതോറിറ്റിയുടെ നിലപാട് BOT-യും ടോളും അടിച്ചേൽപ്പിക്കാനാണെന്നാണ് സംയുക്ത സമരസമിതിയുടെ ആരോപണം. ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെയുള്ള 30 കിലോമീറ്റർ പരിധിയിൽ LDF-ന്റെ പിന്തുണയോടെയാണ് സംയുക്ത സമരസമിതിയുടെ ഹർത്താൽ. കടകൾ അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. വരാപ്പുഴ പാലം മുതൽ സ്വകാര്യ വാഹനങ്ങൾ വഴിതിരിച്ചു വരികയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. ദേശീയപാത വികസനത്തിനായി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന 30 മീറ്റർ ഭൂമിയുടെ ഇരുവശവും 7.5 മീറ്റർ കൂടി ഏറ്റെടുക്കണമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് നടപ്പിലാക്കണമെങ്കിൽ 30 മീറ്റർ സ്ഥലമെടുപ്പിൽ യാതൊരു പാക്കേജോ പുനരധിവാസമോ നൽകാതെ കുടിയിറക്കിയവരെ വീണ്ടും കുടിയൊഴിപ്പിക്കണം. അതിനാൽ സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണം എന്നാണ് സമരസമിതിയുടെ ആവശ്യം. കഴിഞ്ഞ 10 വർഷത്തോളമായി ഇവിടെ ജനങ്ങൾ സമരത്തിലാണ്, പ്രക്ഷോഭ രംഗത്താണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത് ഞങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പഴയ 45 മീറ്ററും BOT-യും ടോളുമായിട്ടുള്ള പദ്ധതികളായിട്ട് പോകും. അതിനൊരു പരിഹാരം വേണം. ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമാധാനപൂർവ്വമായ ഒരു സാഹചര്യം സർക്കാർ സൃഷ്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. 30 മീറ്റർ വീതിയിൽ 4 വരി പാത നിർമ്മിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഗൂഢലക്ഷ്യത്തോടെയുള്ളതാണെന്നും സമരക്കാർ പറയുന്നു. ഏറ്റെടുത്ത 30 മീറ്ററിൽ തന്നെ 4 വരി പാത നിർമ്മിച്ചാൽ പ്രദേശത്തുണ്ടായിട്ടുള്ള ഗതാഗത തടസ്സത്തിന് പരിഹാരമാകുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. അതിവേഗ പാതയുടെ കാര്യത്തിൽ പിണറായി വിജയൻ വൈകിയാണെങ്കിൽ വേഗത്തിൽ സന്തോഷം. താൻ 2002 മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ അന്ന് പിണറായിയും കൂട്ടരും എതിർത്തിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് നടപ്പിലാകുമായിരുന്നു. കാലയളവിൽ റോഡിൽ പൊലിഞ്ഞ ജീവിതങ്ങളുടെ ഉത്തരവാദിത്തം പദ്ധതി എതിർത്തവർക്കാണെന്നും കോഴിക്കോട് ഏഷ്യൻ വികസന പദ്ധതികളെ ഇടതുപക്ഷം വരുമ്പോൾ അനുകൂലിക്കുകയും മറ്റ് സർക്കാരുകൾ വരുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ അതിവേഗ പാത വേണമെന്ന പിണറായിയുടെ പ്രസ്താവനയെന്ന് MK മുനീർ പറഞ്ഞു. ആന്റണി സർക്കാരിന്റെ കാലത്ത് താൻ മുന്നോട്ട് വെച്ച പദ്ധതിയെ എതിർത്തവർക്ക് വൈകിയാണെങ്കിലും വിവേകമുണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് MK മുനീർ പറഞ്ഞു. വൈകുതിച്ച വിവേകം എന്ന് പറയാം, പക്ഷേ സമയം കുറേ കടന്നുപോയി. ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ സൂചി കൊണ്ട് എടുക്കാൻ പറ്റിയിരുന്നത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും.